സ്ഥാനാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തതല്ല, കോടതിയിൽ കീഴടങ്ങിയപ്പോൾ റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് തെറ്റിദ്ധാരണ പരത്താനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരം കാട്ടാക്കടയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസവും മോദിക്കെതിരെ പിണറായി വിജയൻ ആഞ്ഞടിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ചട്ടം എല്ലാവർക്കും എന്ന പോലെ പ്രധാനമന്ത്രിക്കും ബാധകമാണെന്നും കേരളത്തിൽ വന്ന് തീർത്ഥാടകർ എന്ന് മാത്രം പറഞ്ഞിട്ട് തൊട്ടടുത്ത സംസ്ഥാനത്ത് പോയി ശബരിമലയെയും അയ്യപ്പനെയും എടുത്തു പറഞ്ഞ് കേരളത്തെ അപമാനിക്കാൻ പുറപ്പെടുന്നത് മാന്യതയല്ലെന്നുമാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. പ്രധാനമന്ത്രി എന്ന മാന്യമായ സ്ഥാനത്തിരിക്കുമ്പോൾ നരേന്ദ്രമോദി മാന്യത പുലർത്തണമെന്നും പിണറായി ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ ബി.ജെ.പിയുടെ വോട്ട് ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിക്കുമെന്ന് നരേന്ദ്രമോദി ഉറപ്പുവരുത്തണമെന്നും കോലീവി സഖ്യമുണ്ടാക്കി ഇടതുപക്ഷത്തെ തകർക്കാമെന്ന വ്യാമോഹം നടക്കില്ലെന്നും പിണറായി വ്യക്തമാക്കി. ശബരിമല വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരട്ടത്താപ്പാണ് സ്വീകരിച്ചത്. യുവതി പ്രവേശന വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയും നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ആവശ്യമെങ്കിൽ കേന്ദ്രസേനയെ നൽകാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്ത ശേഷം ബി.ജെ.പി പ്രവർത്തകരെ ഉപയോഗിച്ച് ശബരിമലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇരട്ടത്താപ്പാണ്. ശബരിമലയെ കലാപഭൂമിയാക്കാനുള്ള ശ്രമത്തിനെതിരെ ശക്തമായ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതായും ശബരിമലയെ സംരക്ഷിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നതായും, എന്നാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വിശദാംശങ്ങൾ പിന്നീട് വ്യക്തമാക്കാമെന്നുമാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ശബരിമലയിൽ കാണിക്കയിടരുതെന്ന് ആഹ്വാനം ചെയ്തതും അത് തടസ്സപ്പെടുത്താൻ പുറപ്പെട്ടതും നരേന്ദ്രമോദിയുടെ അനുയായികളാണ്. കുറച്ചൊക്കെ തടസ്സപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. എന്നാൽ ആ തടസ്സപ്പെട്ട വരുമാനത്തിന് പകരം സാമ്പത്തിക സഹായം നൽകി ശബരിമലയെ സംരക്ഷിച്ചത് LDF ഗവൺമെന്റ് ആണെന്നും അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാമെന്നും പിണറായി പറഞ്ഞു. ജനങ്ങൾ ശരിയായ വിധികർത്താക്കളാണ്. അതിനാൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ജാഗ്രത കാണിക്കണം. താൻ ജയിച്ചാൽ ബി.ജെ.പിയിലേക്ക് പോകില്ല എന്ന പോസ്റ്റർ ഇറക്കി വോട്ട് അഭ്യർത്ഥിക്കേണ്ട ഗതികേടിലാണ് ചില UDF സ്ഥാനാർത്ഥികളെന്നും അതിനാൽ ചെയ്യുന്ന വോട്ടിനോട് വഞ്ചന കാണിക്കുന്നവരെ വിശ്വസിക്കരുതെന്നും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നയാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ എന്നും പിണറായി ആഹ്വാനം ചെയ്തിരുന്നു.